കണ്ണൂർ മലപ്പട്ടത്താണ് യൂത്ത് കോൺഗ്രസ് CPM സംഘർഷമുണ്ടായത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ അവിടെയുണ്ട്, പോലീസ് വാഹനവുമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്ര നടക്കുന്നതിനിടെയാണ് ഈ സംഘർഷം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വലിയൊരു സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പോലീസിന്റെ വലിയ സന്നാഹവുമുണ്ട്. ഈ പദയാത്ര ഏത് രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷത്തിന് കാരണമായത്? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? യൂത്ത് കോൺഗ്രസ് CPM സംഘർഷമുണ്ടായതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിലൊരു വാക്കുതർക്കം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പോലീസുമുണ്ട്. യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു പദയാത്ര, ആ പദയാത്രയിലാണ് പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പ്രതിഷേധക്കാർ മാത്രമല്ല, ഈ സംഘർഷമുണ്ടായതിനെ തുടർന്ന് അവിടെ വലിയ പോലീസ് അവിടെയുണ്ട്. ഒപ്പം തന്നെ നിരവധി പേർ യാത്രക്കാരായിരുന്നവരും അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കണ്ണൂർ മലപ്പട്ടത്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ സംഘർഷമുണ്ടായത്. ഇരുവിഭാഗവും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കലാശിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ ഒരു പദയാത്ര, ഈ പദയാത്രയ്ക്കിടയിലാണ് സംഘർഷമുണ്ടായത്. അരുൺ, എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ? ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അസ്മിത, ഒരാഴ്ച മുമ്പാണ് ആ മലപ്പട്ടം അടുവാപ്പുറത്ത് വെച്ച് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ സംഘർഷമുണ്ടായത്. അത് ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നും കൂടി ആരോപിച്ച് ഒരാഴ്ച മുമ്പ് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രകടനം നടത്തിയിരുന്നു. അന്നും ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഇവർക്ക് സംഘടനാ സ്വാതന്ത്ര്യം ഈ കണ്ണൂർ മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നൽകുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് പദയാത്ര ഇവിടെ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത്. അടുവാപ്പുറത്ത് നിന്നും മലപ്പട്ടം വരെയായിരുന്നു ഈ പദയാത്ര സംഘടിപ്പിച്ചത്. അതിനിടെയാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. അതായത് അടുവാപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര മലപ്പട്ടം സെന്ററിലെത്തിയ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന DYFI പ്രവർത്തകരും DYFI CPM പ്രവർത്തകരും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേരെ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും സംഘർഷത്തിന് പൂർണ്ണമായി ഒരയവ് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ അതായത് അടുവാപ്പുറത്ത് ഏകദേശം 4 കിലോമീറ്ററോളമായിരുന്നു ഈ പദയാത്ര ഉണ്ടായിരുന്നത്. അതിനിടെ ഈ മലപ്പട്ടം സെന്ററിൽ ഇവിടെ K. സുധാകരനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിന് തൊട്ടും ഈ പൊതുയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രകടനം ഈ മലപ്പട്ടം സെന്ററിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന CPM DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പ്രകടനമായി എത്തിയ പദയാത്രയായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ആദ്യം ഇരുവിഭാഗവും ചേരിതിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. പോലീസിന്റെ വലിയ വിന്യാസം, ഇവിടെ സുരക്ഷാ വിന്യാസം ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് അതിൽ കൃത്യമായി ഇടപെട്ട് ഇപ്പോൾ സംഘർഷത്തിന് അല്പം ഒരു അയവ് വന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ ഒരു ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഈ മലപ്പട്ട സെന്ററിലേക്ക് എത്തിയപ്പോൾ ഇത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ധ്വംസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് CPM സംഘർഷമായിരുന്നു. ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. യൂത്ത് കോൺഗ്രസിന്റെ പദയാത്രക്കിടയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മേഖലയിൽ CPIM യൂത്ത് കോൺഗ്രസ് തമ്മിൽ ചില തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇന്നത്തെ ഈ സംഘർഷമുണ്ടായത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്.